ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കിച്ചണിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്ര വരുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെ മുഖഭാവം അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ രേവതിയുടെ കുടുംബം വന്നിരുന്നപ്പോൾ ശരത്താണ് പൈസ എടുത്തതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതായിരുന്നല്ലോ. ആ കാര്യമൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീയും ഇങ്ങനെയാണോ, നിൻ്റെ കുടുംബം മൊത്തം ഇങ്ങനെയാണോ, കള്ളന്മാരാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരം താഴ്ന്ന രീതിയിൽ നല്ലോണം ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്ര. ആ കാര്യമൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, അവസാനം ആ ഒരു കുറ്റം ചെയ്തത് സുധിയാണെന്ന് നമ്മുടെ സച്ചി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ആ കാര്യം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, നമ്മുടെ പൈസ എടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത് ഞാനാണ് കൊടുത്തത് സുധിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ആ പൈസ എടുത്തു കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി ഇങ്ങനെ ചൂടായിട്ട് പറയുന്നുണ്ട്, നീയാണ് എടുത്തു കൊടുത്തത്, എന്നിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, സച്ചിൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഇവനാണ് കള്ളൻ, ഇവൻ പൈസ എടുത്തിട്ട് എത്രമാത്രം അവരെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചത് കേട്ടോ. എന്നിട്ട് രേവതി വേഗം പണിയൊന്നും മുഴുവനാക്കാതെ തന്നെ റൂമിലേക്ക് പോയിരുന്ന് കരയാണ് ചെയ്യുന്നത് കേട്ടോ. രേവതി എന്നിട്ട് സച്ചിയോട് ഇങ്ങനെ സങ്കടം പറയുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെ എത്രത്തോളമാണ് അമ്മ ആക്ഷേപിച്ചത്, ഒരു തെറ്റും ചെയ്യാതെ തന്നെ എന്തൊക്കെ പറഞ്ഞു അമ്മ, കള്ളനാണെന്നും കുടുംബത്തെ മൊത്തമല്ലേ ആക്ഷേപിച്ചത്, അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇനി എങ്ങനെ അവരിങ്ങോട്ട് വരും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അവരെന്താ ഇങ്ങോട്ട് വന്നാൽ കുഴപ്പം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇനി എങ്ങനെ ഇങ്ങോട്ട് വരാനാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഞാനിവിടെ ഇല്ലേ, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം വന്നിരിക്കും, നിൻ്റെ അമ്മ എൻ്റെ കൂടെ അമ്മയാണ്, നിൻ്റെ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. രേവതി ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, എൻ്റെ കുടുംബം പൈസ ഇല്ലാത്തവരായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു വിലയില്ലാത്തതെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇത് പിന്നെ രാജാവിൻ്റെ കുടുംബമല്ലേ, ഞങ്ങളും പാവപ്പെട്ടവരാണ്, നിങ്ങളും നമ്മളും ഒക്കെ തുല്യർ തന്നെ, ഞാനൊരു പാവം ഡ്രൈവറല്ലേ, എൻ്റെ അച്ഛനൊരു ഡ്രൈവറല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശ്രുതിയോട് അമ്മയ്ക്ക് നല്ല സ്നേഹമാണ്, അവർ നല്ല പൈസക്കാരായതുകൊണ്ടല്ലേ അമ്മയ്ക്ക് അവരോട് സ്നേഹം, ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടല്ലേ ഞങ്ങളോട് സ്നേഹമില്ലാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഒരുപാട് പൂക്കൾക്ക് ഒരുപാട് നിറങ്ങളല്ലേ ഉള്ളത്, എല്ലാത്തിനും ഓരോ നിറം, അതുപോലെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമായിരിക്കും. അപ്പോൾ നമ്മൾ വേണ്ടത് മാത്രം കേട്ടിട്ട് ബാക്കിയുള്ളതൊന്നും ചെവിയിലേക്ക് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി, നീ അമ്മയെ മൈൻഡ് ചെയ്യേണ്ട, ഞാനില്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ആ സച്ചിയുടെ ആശ്വാസവാക്കുകളൊക്കെ കേട്ട് നല്ലപോലെ സമാധാനവും സന്തോഷവും ഒക്കെ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വേഗം സച്ചിക്ക് ഒരു ഉമ്മ എടുത്തുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കരയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി ചോദിക്കുക, എന്തിനാ കരയണേന്ന്. അപ്പോൾ നമ്മുടെ രേവതി പറയും, ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് വർഷയെയും ശ്രീകാന്തിനെയും ആയിരിക്കും. വർഷ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയും, എന്താ ഇന്നും വണ്ടി കേടാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കളിയാക്കും കേട്ടോ. നിൻ്റെ വണ്ടിക്ക് എപ്പോഴും വർക്ക്ഷോപ്പിൽ നിൽക്കാൻ തന്നെ നേരമുള്ളല്ലോ, സത്യം പറ, നിനക്ക് ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, നിന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, എനിക്ക് നല്ല പോലെ ഡ്രൈവ് ചെയ്യാൻ അറിയാം, അതിൻ്റേതായിട്ടുള്ള ലൈസൻസും എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് നന്നായി അറിയാം, നീ എൻ്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ ഒരു സ്ത്രീയെ ഇടിച്ച് വീഴ്ത്തിയെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, നീ ഒരുപാട് എന്നെ കളിയാക്കൊന്നും വേണ്ടാന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്കല്ലെങ്കിലും വണ്ടിയുടെ ആവശ്യമില്ലല്ലോ, നീ എപ്പോഴും എൻ്റെ കൂടെയാണല്ലോ വരുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നിനക്കപ്പോൾ ഞാനൊരു ബുദ്ധിമുട്ടാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാലേ, ഞാൻ വെറുതെ പറഞ്ഞാൽ, നീ കയറുമെന്ന് പറഞ്ഞ് വർഷയെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ വർഷ പറയുന്നുണ്ട്, നീ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോൾ എനിക്കിങ്ങനെ നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുകയെന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഐ ലവ് യു ടു എന്ന് നമ്മുടെ ശ്രീകാന്തും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ശ്രീകാന്ത് വർഷയെ വണ്ടിയിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശ്രീകാന്ത് അല്ലേ, അതേതാണ് ആ പെണ്ണ്, ചന്ദ്രയ്ക്ക് ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്തോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്ര നമ്മുടെ രേവതിയെ അന്വേഷിക്കാൻ വരികയാണ് കേട്ടോ. രേവതി ഇത്രയും നേരമായിട്ട് ഉണർന്നില്ലല്ലോ, എന്താണ് ഇവള്, എന്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും കുളിച്ചൊരുങ്ങി വരുന്നതാണല്ലോ, ഇന്നെന്താണ് പുറത്തേ കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വാതിലടുത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ
വിളിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും രേവതി കുളിച്ചിങ്ങനെ വരികയാണ് കേട്ടോ. നല്ലപോലെ ചിരിച്ച് സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. എന്താണ് ഇത്ര നേരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ രേവതി ഞാനിപ്പോൾ ചായ എടുക്കാമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രുതിയുടെ റൂമിൽ നിന്ന് വാതിൽ തുറന്ന് ശ്രുതി വരികയായിരിക്കും. അപ്പോൾ ശ്രുതിനെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇന്ന് ഇത്ര നേരത്തെ എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഇന്നലെ ഞാൻ നേരത്തെ കിടന്നുകൊണ്ടാണ് 9 മണിക്ക് കിടന്നുറങ്ങി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റ് വരുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നത്, നീ എന്തിനാ ഇത്ര നേരത്തെ കിടന്നുറങ്ങിയെന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയും, ഞാൻ ലേറ്റായി, എനിക്ക് കുറച്ച് അക്കൗണ്ട്സൊക്കെ നോക്കാനുണ്ടായിരുന്നു, ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ലപോലെ സങ്കടവും ദേഷ്യവും എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് കുട്ടികളുണ്ടാവില്ലല്ലോ, എന്തെങ്കിലും നടന്നാലല്ലേ കുട്ടികളുണ്ടാവുള്ളൂ എന്നുള്ള ഒരു ടെൻഷനാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. അവർക്ക് വേഗം രേവതിക്കും സച്ചിക്കും വേഗം കുട്ടികളാവുമല്ലോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി എനിക്കൊരു കാപ്പി വേണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാൻ, അപ്പോഴേക്കും കാപ്പി ഉണ്ടാക്കി വെക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ദേവു സൈക്കിളിൽ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് അത് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സൈക്കിൾ പഞ്ചറായി എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പൂക്കളൊക്കെ ആയിട്ട് കയറ്റി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ദേവു ചോദിക്കുന്നുണ്ട്, എന്തായി വർഷയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ, ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അന്തം വിട്ട് നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.